ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നിഫ്റ്റിയുടെ ലെവൽസൊക്കെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൽസിൻ്റെ 24,336 എന്നുള്ളൊരു ലെവലാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡ് നോക്കാം. അതുപോലെ ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയത് തന്നെ ഒരു 23,992 ലെവൽസിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി വേണേൽ ഡൗൺ സൈഡ് നോക്കാം. നിഫ്റ്റിയുടെ ഓപ്പർച്യൂണിറ്റി അതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റിയും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും വേണമെങ്കിൽ ഡൗൺ സൈഡ് നോക്കാം. രണ്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിഫ്റ്റിയിലും ബാങ്കിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലാണ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ആദ്യം ട്രേഡ് പ്ലാൻ ചെയ്യാതായിരിക്കും നന്നാവുക. നിഫ്റ്റിയിലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ താഴേക്കുള്ള എൻട്രിയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ബാങ്കിൽ 52,177 എന്നുള്ള ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഡൗൺ സൈഡ് നോക്കാം. അതാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റീൻ്റെ അവസ്ഥ. നിഫ്റ്റിയുടെയും അവസ്ഥ ഓൾറെഡി ഡൗൺ സൈഡ് ട്രേഡ് തന്നെയാണ് പ്ലാനിങ് ഉള്ളത്. സമയം 9:21 ആയിട്ടുള്ളൂ. നമുക്ക് മാർക്കറ്റിൽ ഇതുവരെ എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. എൻട്രി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നല്ല ചാൻസ് കേട്ടോ. പിന്നെ ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളത് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ലോസ് ആയിരുന്നു ട്രേഡ് ചെയ്ത സമയത്ത്. ഒരു ദിവസം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. ആ ദിവസം ലോസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട സമയത്ത് 15%, 20% കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ മീൻസ് പലപ്പോഴും വിളിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മാസം ഒരു 10%, ഒരു 15% റിട്ടേൺ കിട്ടുമോ ഈ സ്ട്രാറ്റജിയിൽ, അങ്ങനെ ചോദിച്ചിട്ടാണ് വിളിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ അതിൻ്റെ 9 മാസങ്ങളിലൊക്കെ നല്ല റിട്ടേൺ 20% റേഞ്ചിലൊക്കെ റിട്ടേൺ വന്ന മാസങ്ങളാണ്. പക്ഷേ ഞാൻ PNL ഇട്ട സമയത്ത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ മാസം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാലി പോയി വന്നതിന് ശേഷം ഞാൻ കുറച്ച് നമ്പർ ഓഫ് ട്രേഡിംഗ് ഡേയ്സ് കുറവാണ് ഈ മാസം. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ചെറിയ ലോസിലാണ് ഞാനിപ്പോൾ. അതായത് ഇപ്പോൾ 25th ആയില്ലേ. ഇനി നമുക്ക് അധികം ട്രേഡിംഗ് ഡേയ്സ് ഇല്ല, അറിയില്ല. നമുക്ക് ഇനി വലിയ ടാർഗറ്റുകൾ അടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം ഈ മാസം ചെറിയ ലോസ് ബുക്ക് ചെയ്യേണ്ടത്. അതാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല ശരിക്കും. കൺസിസ്റ്റൻസി മീൻസ് ഓവറോൾ നമുക്ക് ഇയർലി ഒക്കെ നോക്കുമ്പോൾ നല്ല പേഷ്യൻസും റിസ്ക് റിവാർഡും നല്ല ട്രേഡിംഗ് സൈക്കോളജിയും ഡിസിപ്ലിനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാം, നല്ല സിസ്റ്റം ഉണ്ടെങ്കിൽ. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നമുക്കൊരു മാസം ഇത്ര വരുമാനം എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ടാവില്ല എന്നുള്ളതാണ്. ഞാനത് പലരും വിളിക്കുമ്പോൾ ചോദിക്കുന്നതിനോട് ഞാൻ എടുത്ത് പറയാമെന്നുള്ളൂ കേട്ടോ. അതായത് ആളുകൾ ചോദിക്കുന്ന 10% കിട്ടൂല, 15%, അങ്ങനെ ഒരു സാധനം ഇതിലൊരു സാലറി പോലുള്ള ഒരു സംഭവമല്ല ഇതിൽ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം മാർക്കറ്റിൽ. പക്ഷേ നല്ല പ്രോപ്പർ ഡിസിപ്ലിനോട് കൂടി ചെയ്താൽ നമുക്ക് നല്ല സ്ട്രാറ്റജി ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. പക്ഷേ അതിന് എന്താ വേണ്ടത്? നല്ല ഡിസിപ്ലിൻ വേണം, ഈ സ്ട്രാറ്റജിയിലൊരു കോൺഫിഡൻസ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ മാസം തന്നെ ഞാൻ പറയാം ചെറിയ പെർസെൻറ്റേജ് ഉള്ളൂ, ഒരു 4%, 5% ലോസിലാണ് ഇപ്പോൾ ഈ മാസം. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 മാസങ്ങളിൽ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 20%, ഒരു 15% മാസമുണ്ട്. അതിൻ്റെ ശേഷമുള്ള മാസം നമുക്ക് ഓൾമോസ്റ്റ് 25% അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ചെറിയ 5% ഒക്കെ ലോസ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ വലിയ ലോസ് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് കോളായിട്ട് ഓവർ ട്രേഡ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും. നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ലിക്വിഡിറ്റി എവിടെയാണ് നോക്കിയിട്ട് അവിടെ ട്രേഡ് ചെയ്യുന്ന ഒരു ഏരിയ. ഇപ്പോൾ നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഏരിയ മാർക്ക് ചെയ്തൊരു ഏരിയയാണ്. അവിടെ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ഡേ ലോ ടാർഗറ്റ് വെച്ചാൽ അത്യാവശ്യം 1:8-9 ഒക്കെ ഉണ്ടാവും, 8-7 ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം നമുക്ക് എൻട്രി കിട്ടുമെന്ന്. കാരണം ഈ മാസം ഈ വീക്കിൽ പൊതുവേ ടാർഗറ്റിൻ്റെ എണ്ണം ആകെ ഒരു ടാർഗറ്റ് എങ്ങാണ്ടോ അടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കി SLകളാണ്. നമുക്ക് അറിയാം റിസ്ക് റിവാർഡ് കൂടുതലുള്ള ട്രേഡാണ്. SLൻ്റെ എണ്ണ പലപ്പോഴും കൂടുതലായിരിക്കും. അങ്ങനെ വരാറുണ്ട് മാർക്കറ്റിൽ. പക്ഷേ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലോ സിസ്റ്റം ഒന്നും മാറ്റാതെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും നോക്കാം. എൻട്രി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 166 ഇപ്പോൾ എൻട്രി ഏരിയയിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ആ ഏരിയയിലേക്ക് വരുന്നുണ്ട്. 24,292, 24,300 കടന്നിട്ട് എടുക്കണോ? അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അല്ലേ, ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ 24 നോക്കാം. നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നോക്കണ്ടേ. പ്രീമിയം എത്ര? 166 പോയിൻറ്റ് സംതിങ് അല്ലേ. ഓക്കെ. നമുക്ക് ചാൻസ് ഉണ്ട്. വരട്ടെ. ഇന്നത്തെ പ്രീമിയത്തിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ 24,336 കഴിഞ്ഞാലും താഴേക്ക് എടുക്കട്ടോ ട്രേഡ്. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടെ തന്നെ റിവേഴ്സൽ വരികയാണെങ്കിൽ, കാരണം മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹെവി ഗ്യാപ്പ് അപ്പാണ്. അപ്പം കുറച്ച് ആളുകളൊക്കെ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല. നമുക്ക് എൻട്രി എടുക്കാൻ തോന്നുന്നു. പ്രീമിയം എത്രയാ? 298 ആയിട്ടുണ്ടല്ലേ. എൻട്രി എടുക്കാം. ഒരു ബൈ ഓർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 166.87 ആണ് നമുക്ക് എൻട്രി കിട്ടിയത്. 6 പോയിൻറ്റ് SL ആണ്. നമുക്ക് ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ 2,200 റേഞ്ചിലായിരിക്കും ലോസ് വരിക. ഇൻ കേസ് ടാർഗറ്റ് വരികയാണെങ്കിൽ 1:7 റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു 10,000 എബോവ്, ഒരു 10,000 എബോവ് എന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 10,000 എബോവ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കട്ടോ സ്റ്റോപ്പ് ലോസ്. അതാണ് പ്ലാന്. നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട്, കട്ടിച്ച് കയറി വരുന്നുണ്ട് അല്ലേ.
ചിലപ്പോൾ ഈ ഒരൊറ്റ ട്രേഡ് കൊണ്ട് തന്നെ നമ്മുടെ ഈ 4% ലോസ് കവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ മാസത്തിലുള്ള. ചെറിയ പ്രോഫിറ്റിലാവും. ഇത് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ മാസം നമുക്ക് പ്രോഫിറ്റ് ഇതുവരെ പ്രോഫിറ്റിലേക്ക് ആയി മാറാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ടാർഗറ്റ് ചിലപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ടാർഗറ്റ് വലിയ ടാർഗറ്റ് നമ്മൾ വെക്കുമ്പോൾ സുഖം എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റബിളായിട്ട് മാറാൻ കഴിയും. കാരണം നമുക്ക് ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല ചെറിയ ചെറിയ ലോസസാണ് ബുക്ക് ചെയ്യുന്നത്. 2000 റേഞ്ചിലാണ് ബുക്ക് ചെയ്യുക. ഇൻ കേസ് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇത് കവർ ചെയ്യാവുന്നുള്ളൂ, അത്രേ ഉള്ളൂ കേസ്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കണ്ടിന്യൂസ് ലോസ് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എന്താ പറയുക ഡിസിപ്ലിനൊന്നും ഇടാതിരുന്നാൽ മതി, കുഴപ്പമുണ്ടാവില്ല. ട്രേഡിങ്ങിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നല്ല മൊമെൻ്റ് ആണല്ലേ ട്രേഡ് എടുത്തതിന് ശേഷം. നമുക്ക് 300 കടക്കാൻ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ട്രേഡ് കിട്ടൂലായിരുന്നു. 4000 5000 പറന്നു പോയിട്ടുണ്ട്. ഏതായാലും നമുക്ക് എന്താണ് ഹാഫ് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 10,000 ആണല്ലോ നമ്മുടെ 1:5 എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹാഫിലൊക്കെ എത്തിയിട്ടുണ്ട്. അടിപൊളി, നല്ല ട്രേഡാണ്. ഇത് ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറാണ്. നമുക്ക് എല്ലാ പരിപാടികളും എന്താണ് കവർ ചെയ്ത് കിട്ടുന്നതാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുറേ നമുക്ക് SLകൾ വരുമ്പോഴുള്ള സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഈ മൈൻഡ് ബുക്ക് ചെയ്യില്ലേ, ചെറിയ പ്രോഫിറ്റ് ഉണ്ട്, നമുക്ക് എപ്പോഴും തോന്നുന്ന കാര്യം. അപ്പോൾ ഹ്യൂമൻസാണ്, നമുക്കൊക്കെ വരും, എനിക്കും വരാറുണ്ട് ചില സമയത്ത്. ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. സ്റ്റോപ്പ് ലോസുകൾ കണ്ടിന്യൂസ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഞാൻ വെച്ചിരുന്ന ടാർഗറ്റ് വലിയ ടാർഗറ്റ് ആയിരിക്കും, 1:15 20 ഒക്കെ ആയിരിക്കും. പക്ഷേ 1:5 എത്തുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി വരും. എന്നാലും ഞാൻ ആ റേഞ്ചിൽ ഇറങ്ങാൻ ശ്രമിക്കാറുള്ളൂ കേട്ടോ, അല്ലാതെ പെട്ടെന്ന് ചെറിയ പ്രോഫിറ്റിന് ഇറങ്ങാറില്ല. മിനിമം ഞാൻ പറയാം, അത് ഹ്യൂമൻസിന് വരുന്ന സംഭവം. പക്ഷേ അത് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ചിലപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള ഇമോഷൻസ് വരും, പക്ഷേ അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. നമ്മൾ കൈവിടാതെ കൺട്രോൾ ചെയ്ത് പോകുക എന്നുള്ളതാണ്. മിക്കവാറും കൺട്രോൾ പോകും കേട്ടോ. തിരിച്ചാ എൻ്റെ മിസ്സിലടിച്ചോ, ഹെവി മൂവ്മെൻറ്റ്. ഞാൻ പറഞ്ഞ മാതിരി 24,300 മുകളിൽ പോയോ. ഇതൊന്ന് ആ നേരത്തെ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരുമെന്ന് അറിയില്ല. ഏതായാലും ചെറിയ ലോസ് മീൻസ് ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. 24,336 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നോക്കാം, അതായിരിക്കും നന്നാവുക. ബാങ്ക് നിഫ്റ്റിയിൽ 26 സെയിം ഏരിയ ലിക്വിഡിറ്റി ഏരിയ തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് വരട്ടെ. ഓക്കെ, സമയം 12:41 ആയിട്ടുണ്ട്. ഒരു എൻട്രി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പോൾ ഉള്ളൊരു അഗ്രസീവ് എൻട്രിയാണ്. ഓക്കെ, ആ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിന് ശേഷമുള്ളൊരു എൻട്രിയാണ്. ഇതിൽ അതിന് ശേഷം ബാങ്കിലും ചെറിയൊരു ട്രേഡ്, നിഫ്റ്റിയിലും വേറെ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓവറോൾ ഇപ്പോൾ അത് രണ്ടും ബാങ്കിൽ എടുത്ത ട്രേഡ് ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല ഡൗൺ സൈഡ് മൂവ്മെൻറ്റും തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് ബാങ്കിൽ ചെറിയൊരു എൻട്രി ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ ബാങ്ക് ഒഴിവാക്കിയിട്ട് നിഫ്റ്റി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് എക്സിറ്റ് ചെയ്തതാണ്. ചെറിയൊരു അതാണ് 304 പ്രോഫിറ്റ്. അതിന് ശേഷം നിഫ്റ്റിയിലും ചെറിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി അത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തത്. അതൊരു ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിരുന്നു. പക്ഷേ അത് ഞാൻ ഒന്നുകൂടി ചെറിയ പ്രോഫിറ്റ് പോയപ്പോൾ കോസ്റ്റിലേക്ക് വെച്ചായിരുന്നു. നമുക്കൊരു പ്രോപ്പർ ഒരു ഏരിയ വരട്ടെ എന്ന് വിചാരിച്ചിരുന്നത്. അതിപ്പോൾ ഇതിൽ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് ഒരു അഗ്രസീവ് എൻട്രി എടുത്തതാണ്. ടാർഗറ്റ് നമുക്കൊരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് താഴെ, അവിടെയാണ് വെച്ച്. അല്ലെങ്കിൽ ഇന്നത്തെ ഡേലോ രണ്ടിൽ നമ്മൾ രാവിലത്തെ ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഡേലോ രണ്ടിൽ ഏതിലും നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. നോക്കാം നമുക്ക് എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് 2000 സംതിങ് തന്നതാണ് ആ ട്രേഡിൽ. അതിനുശേഷം അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ലേ. നമ്മുടെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അത്യാവശ്യം മാർക്കറ്റ് എന്താ പറയുക ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൈസ് ആക്ഷൻ ലെവലാണ് ട്രേഡ് പ്ലാൻ ചെയ്തത്. പ്രീവിയസ് ഡേയിൽ ക്രിയേറ്റ് ചെയ്ത പ്രൈസ് ആക്ഷൻ ലെവലിലായിരുന്നു രാവിലെ ട്രേഡ് എടുത്തത്. അതിനുശേഷം ഈ ബാങ്കിൽ ട്രേഡ് എടുത്തത് അതേ ലെവലിനാണ്. പക്ഷേ ബാങ്ക് ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിന് നിഫ്റ്റിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാങ്കിൽ എക്സിറ്റ് ചെയ്തത്. അതാണ് ആ 304 പ്രോഫിറ്റ് കണ്ടത് കേട്ടോ. ഓക്കെ, ഏതായാലും നോക്കാം. ഇത് അത്യാവശ്യം പ്രോഫിറ്റ് വരുന്നുണ്ട്. ഇതിലും സെയിം പാറ്റേൺ തന്നെ. നമ്മളെ സ്റ്റോപ്പ് ലോസ് 2000 ആണ്. അപ്പോൾ ഈ ട്രേഡിങ് കൂടി ലോസ് വന്നാൽ നമുക്ക് 4000 റേഞ്ചിൽ ഓവറോൾ ലോസ് വരും. 2 ട്രേഡ് ലോസ് വന്നാൽ വേണമെങ്കിൽ പിന്നെ നമുക്ക് നല്ല ചാൻസ് വരികയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല. ലോസ് വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെയും ട്രേഡ് ചെയ്ത് ഒരുപാട് ട്രേഡ് ചെയ്ത് പോകുമ്പോഴാണ് പ്രശ്നം വരിക. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ് ആകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ടാർഗറ്റ് അടിക്കുക എന്നുള്ള ഇതാണ്. നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കവർ ചെയ്യാവുന്ന കേസുകളുള്ളൂ. ഓക്കെ, അതിൻ്റെ ടാർഗറ്റ് വരുന്ന ട്രേഡ് ചെയ്താൽ ഞാൻ എപ്പോഴും പറയുന്ന കേസാണ്. നമ്മൾ അടുത്തൊരു 20 ട്രേഡിൽ എത്രാമത്തതാണ് നമ്മുടെ ടാർഗറ്റ്, എത്രാമത്തതാണ് സെല്ലെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് മാർക്കറ്റിൽ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ നല്ലൊരു എൻട്രി ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആളുകളുടെ കൂടുതൽ സ്റ്റോപ്പ് ലോസുകളോ അല്ലെങ്കിൽ പുതിയ ഓർഡറുകളോ വരുന്ന ഏരിയകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഞാൻ ചെയ്യുന്ന രീതി അതാണ്, ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസോ
ഒരാണ്. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ താഴെ നിഫ്റ്റിയിൽ ഒരു 15 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇപ്പം ഈ ഒരു ടാർഗറ്റ് വെച്ച ഏരിയ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡിലേക്ക് ട്രേഡ് നോക്കും. ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യേണ്ട, നിഫ്റ്റിയിൽ തന്നെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നോക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ അതിൽ എടുക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം മന്ത്ലി എക്സ്പയറി ആണെന്ന് വെച്ചാൽ ഇനി എക്സ്പയറി ആയില്ലേ, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പ്രീമിയം ഒക്കെ നോർമൽ വീക്കിലി എക്സ്പയറി പോലെ തന്നെ ഈ ലാസ്റ്റ് വീക്കിൽ അത്യാവശ്യം ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ടല്ലോ നമ്മുടെ ട്രേഡ്. ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അറിയില്ല, മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്. നിഫ്റ്റി പ്രീമിയം അങ്ങോട്ടും ഇങ്ങോട്ടും കളക്ട് ചെയ്തിട്ട് ചില സമയങ്ങളിൽ രാവിലെ നല്ലൊരു മൊമെൻറ്റം തന്നു, പക്ഷേ നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല, പക്ഷേ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ബാങ്കിലും അതേപോലെ നമ്മൾ ആ ഒരു ലെവലിന് താഴേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ അപ്സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റിന് എപ്പോഴും ഞാൻ പറയുന്ന കേസാണ്, മാർക്കറ്റിന് എപ്പോഴും സ്ട്രൈറ്റ് അപ്സൈഡിലേക്കോ സ്ട്രൈറ്റ് ഡൗൺ സൈഡിലേക്കോ പോകാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും കൂടുതൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത്തരം ഓർഡേഴ്സ് ഉള്ള ഏരിയകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്താൽ മതി, കുറേ ഐഡിയകൾ നമുക്ക് കിട്ടും അതിൽ എന്നുള്ളതാണ്. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. SL ആണോ ടാർഗറ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. സമയം 12:52 നമ്മൾ 8000 റേഞ്ചിലൊക്കെ ടാർഗറ്റ് ഒന്നുമില്ല, 8300 ഒക്കെ ആയിട്ടുണ്ട്. അതായത് 1:5 ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റിന് തൊട്ടടുത്താണ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടില്ല. ടാർഗറ്റ് എത്തട്ടെ, വെയിറ്റിംഗ് ആണ്, വെയിറ്റ് ചെയ്യാം. 8000 കാണിക്കുന്നുണ്ട്. 8000 ആണ് നമുക്ക് ഓൾമോസ്റ്റ് 1:5 ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കട്ടോ. അപ്പോൾ തൊട്ടടുത്താണ്. ഈവൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ പോലും 50 മിനിറ്റ്സ് IDX ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടില്ല. നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൊബൈലാണ് എക്സിറ്റ് ചെയ്ത് 12,000 ബുക്ക് ചെയ്ത്. നമ്മൾ വിചാരിച്ച 10,000 ഒക്കെ കിട്ടുമെന്ന്, പക്ഷേ 12,000 നല്ല പ്രീമിയം സ്പൈക്കിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഫാൾ തന്നെ കേട്ടോ. ഡേലോക്ക് ടാർഗറ്റ് വെച്ചിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടി നമുക്ക്. എന്താ ഫാളല്ലേ, നല്ല ഫാള്. പ്രോപ്പർ നമ്മളൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്ന് ക്രിയേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തു, കറക്റ്റ് ഒരു എൻട്രി എടുത്തു, ടാർഗറ്റ് അടിച്ചു. നല്ല എൻട്രി തന്നെയായിരുന്നു. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ട്രേഡിൽ ശരിക്കും 2000 ലോസ് ഉള്ള ട്രേഡാണ്. ഇപ്പോൾ ഓവറോൾ 14,000, അതായത് 1:7 റേഞ്ചിലൊക്കെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ട്രേഡിൽ. അതേ ഞാൻ പറഞ്ഞു, മാക്സിമം ചില ദിവസങ്ങളിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ദിവസം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ അതിന് ശേഷം പ്രീമിയം പറഞ്ഞു, പക്ഷേ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞേ, നമുക്ക് ഈ കുറച്ച് 200 എത്തിയ പ്രീമിയം, പിന്നെ 40 നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് നല്ല താഴേക്ക് വരുന്നുണ്ടല്ലേ. ഡേലോ നിഫ്റ്റി ഡേലോ ഒരു നമ്മൾ രാവിലെ എടുത്ത ട്രേഡിൻ്റെ ടാർഗറ്റിലേക്ക് എത്തി, 194 എത്തി പ്രീമിയം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഡേലോ എടുത്തിട്ട് വീണ്ടും താഴേക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇപ്പോൾ 50 മിനിറ്റ്സ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ബാങ്കിൽ എടുത്തിട്ടില്ല, ബാങ്കിൽ ഒരു റേഞ്ചിൽ എത്തിയിട്ടില്ല. ബാങ്കിൽ കൂടി എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്സൈഡിലേക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ്, കാരണം ഇത് ടാർഗറ്റ് അടിച്ചതുകൊണ്ട് ഈ ഒരു ട്രേഡും കൂടി നോക്കാം നമുക്ക്. സമയം 1 മണിയായി. 1 മണി. അതിനുശേഷം നല്ല മൂവ്മെൻ്റ് താഴേക്ക് വന്നില്ലേ മാർക്കറ്റ്. നിഫ്റ്റി പറന്നിറങ്ങി, ഒരുപാട് വലിയ മൂവ്മെൻ്റാണ്. അത്യാവശ്യം നല്ല പോയി പ്രീമിയം ഒക്കെ. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് രാവിലെ തന്നെ ഒരു ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് നിഫ്റ്റി 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ചെയ്യുന്ന അപ്സൈഡിലേക്കും. പക്ഷേ അതൊരു ടാർഗറ്റ് ഏരിയ ഒരു വലിയൊരു 170 പോയിൻ്റൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ എന്താ സത്യം എന്ന് വെച്ചാൽ 100 പോയിൻറ്റ് പ്രീമിയം അവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ എൻട്രി എടുത്തിട്ടില്ല. ഞാൻ പറയാം, ഇന്ന് കിട്ടിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. ബാങ്ക് നിഫ്റ്റിയിലും നല്ല, ഇന്ന് മൊത്തത്തിൽ നല്ല ടാർഗറ്റ് ഉള്ള ദിവസം കേട്ടോ. ഒരു ട്രേഡാണ് SL നമ്മൾ രാവിലെ എടുത്തും ചെയ്തു. നിഫ്റ്റി ബാങ്കിൽ എടുത്തിട്ടുമില്ല എന്നുള്ളതാണ്. ഏതായാലും കുഴപ്പമില്ല. നമുക്കിനി ബാങ്ക് നിഫ്റ്റി ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ട്രേഡിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നുള്ളൂ. ഏതായാലും നോക്കട്ടെ, ചാൻസ് വരികയാണെങ്കിൽ ഞാൻ എടുക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് നമ്മുടെ ഈ ഒരു മാസം പ്രോഫിറ്റബിൾ ആയി അത്യാവശ്യം അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ട്രേഡ് ഏകദേശം ഒന്ന് കിട്ടും. ടാർഗറ്റ് നമുക്ക് വലിയ ടാർഗറ്റ് വെക്കുമ്പോൾ പലപ്പോഴും അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. പ്രോപ്പറായിട്ടുള്ള നമ്മുടെ റിസ്ക് റിവാർഡ്. ഇപ്പോൾ ആ 8,000 കാണിച്ച സമയത്ത്, പ്രോഫിറ്റ് 8,000 കാണിച്ച സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഈ 12,000 ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ ചോദിക്കുക, 8,000 വരെ പോയിട്ട് 1:5 പോയിട്ട് നിങ്ങൾ ലോസിൽ കൊടുത്തല്ലോ എന്ന് ചില സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളൂ. US ഓയിലിൽ, ക്രൂഡ് ഓയിലിൽ ഇപ്പോൾ 70-500 താഴേക്കൊക്കെ വന്നാൽ അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. 70-500 താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. അത് നല്ലൊരു ചാൻസാണ് അവിടെ. ഏതായാലും ഇപ്പോൾ തൽക്കാലം വൈകുന്നേരം 5 മണിക്ക് ശേഷമൊക്കെ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ക്രൂഡിൽ എടുക്കാം. അതിന് മുമ്പ് ഇതിൽ തന്നെ ബാങ്കിലോ നിഫ്റ്റിയിലൊക്കെ വരട്ടെ. ബാങ്കിൽ ഡൗൺ സൈഡ് IDX ടാപ്പ് ചെയ്തുകൊണ്ട് ബാങ്കിൽ അപ്സൈഡിലേക്കുള്ള ചാൻസ് നമുക്ക് നോക്കാം. ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരികയാണെങ്കിൽ പറയാം. സമയം 1:57 കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാനൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊരു അപ്സൈഡ് എൻട്രിയാണ്. അതൊരു 50 മിനിറ്റ്സ് IDX ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് നമുക്ക് 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി തന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല.
ആ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു, അപ്പോൾ എൻട്രി എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ആ ഒരു എഗെയിൻ ഇന്ന് വീണ്ടും ഒരു 5 മിനിറ്റ്സ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഒരു മാർക്കറ്റ് ഒരു ഏരിയയിലേക്ക് എൻട്രി ചാൻസ് ഉണ്ട്. കറക്റ്റ് 52,000 ലെവലിലാണ്. അതാണ് ഒരു ചെറിയൊരു പേടി. 52,000 താഴേക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ SL അടിച്ചു പോവുകയും ചെയ്യും. ഒന്നെങ്കിൽ 52,000 കൂടി നേരത്തെ അഗ്രസീവ് എൻട്രി ഞാൻ വിചാരിച്ചു 52,000 ടാപ്പ് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്നിട്ട് മുകളിൽ നിന്നാണ് പോയത്. അപ്പോൾ അത് കൂടി ടാപ്പ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ മൊബൈൽ നോക്കിയ സമയത്ത് കണ്ടു, പക്ഷേ ഞാൻ ഭക്ഷണം വായിക്കുന്ന സമയത്തായിരുന്നു ഒരു 50 മിനിറ്റ്സ് അഗ്രസീവ് എൻട്രി വന്നിരുന്നു. അത് ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ. ആ ട്രേഡ് ചെറിയ സ്പൈക്ക് തന്നിട്ടുണ്ട് എൻട്രി ചെയ്തതിനു ശേഷം വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു 5 മിനിറ്റ്സ് IDXന് പോലെ ലിക്വിഡിറ്റി ഏരിയ ഉണ്ടാക്കി വീണ്ടും ഇപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൊമെൻറ്റം കാണിക്കുന്നുണ്ടല്ലേ. ഇത് പറന്നു പോകുന്നു എനിക്ക് തോന്നുന്നു. ഇന്ന് 2 ടാർഗറ്റ് ബുക്ക് ചെയ്യേണ്ടി വരുമോ നോക്കാം. നമുക്ക് പറഞ്ഞ പോലത്തെ 20 എണ്ണത്തിൽ എത്ര എണ്ണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. പ്രോപ്പർ എൻട്രി എടുക്കുക, പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക, ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് കറക്റ്റ് കൊടുക്കുക. ഇത്രയൊക്കെ തന്നെ നമ്മുടെ കയ്യിലുള്ളൂ. ഏതായാലും നോക്കാം. അത്യാവശ്യം മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഒരു ചെറിയ ട്രെൻഡ് ലൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ എപ്പോഴും ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ ഒരുപാട് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷ പിന്നെ അപ്പ് സൈഡിലേക്ക് പോകുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ചിലപ്പം താഴേക്കും വരാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റ് ഷാർപ്പ് ഫാൾ വന്നു ഇപ്പോൾ രാവിലെ അതിന് ശേഷമല്ല ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഒരുപാട് ആളുകൾ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ഇപ്പോൾ കൂടുതൽ. ഇപ്പോൾ നിഫ്റ്റിയൊക്കെ നല്ല ഫാളാവുന്നത്. നിഫ്റ്റി നല്ല ഫാളെന്ന് വെച്ചാൽ നല്ല ഫാളാവുന്നത്. നമ്മൾ ആ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇത്ര 100 100 ചില 1:20 30 ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റിയ ദിവസമായിരുന്നു. പക്ഷേ ട്രെയിൽ ചെയ്ത് പോയാൽ ഞാൻ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് കുറച്ചൊരു SL വന്ന സമയത്ത് നമുക്ക് ഈ പെട്ടെന്ന് ഇറങ്ങുന്ന സ്വഭാവം വരുന്നത് അവിടെ. നേരെ മറിച്ച് ഒരു കണ്ടിന്യൂസ് ഒരു 4-5 ദിവസങ്ങളിൽ പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമ്മൾ മാക്സിമം ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ഈ ഇമോഷൻസ് എല്ലാവർക്കും വരുന്നതാണ്. അപ്പം നമ്മൾ എല്ലാവർക്കും ഇമോഷൻ വരും. ഇപ്പോൾ എനിക്ക് ഇമോഷൻ വന്നെന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കൊന്നും വേണ്ട. ഇമോഷൻസ് എല്ലാവർക്കും വരും, ആളുകൾക്ക് എല്ലാവർക്കും വരും. പക്ഷേ അത് നമ്മൾ കൺട്രോൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഒന്ന് ചുരുക്കാൻ ശ്രമിക്കുക ഇമോഷൻസിനെ. അത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. 0 ഇമോഷൻസ് ആക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര ആളുകൾ മനുഷ്യരാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഇമോഷൻസ് ചെറുതായിട്ടെങ്കിലും ഉണ്ടാവും. നോക്കാം. ഏതായാലും ഈ ട്രേഡ് SL അടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ട്രേഡ് ഇല്ല കേട്ടോ. കാരണം 2 മണിയായി. ഇനി ഒരു SL വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 52,000 താഴേക്ക് വരുന്നതാണ് മിക്കവാറും SL അടുപ്പിക്കാനുള്ള വരവാട്ടോ എനിക്ക് തോന്നുന്നു. ഇല്ല, അവിടെ തന്നെ കയറിയോ. നമ്മൾ അത്രയും പ്രൈസ് ലെവൽസിൻ്റെ പ്രത്യേകത 52,000 അവിടെ നിന്ന് എത്ര പ്രാവശ്യം 1 2 3 4 പ്രാവശ്യം ഇപ്പോൾ റിവേഴ്സ് ചെയ്തില്ലേ. അപ്പോൾ അതിൻ്റെ താഴെ അത്യാവശ്യം ലിക്വിഡിറ്റി ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. കാരണം നല്ല ഫാള് വന്നല്ലേ. വീണ്ടും 52,000 താഴേക്ക് വരുമ്പോൾ ആരൊക്കെ അവിടെ ഉണ്ടാവും? ഒന്ന് അപ്സൈഡിലേക്ക് പോയ ആളുകൾ എക്സിറ്റ് ചെയ്യും. രണ്ടാമത്തെ ടീം ആരാന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല ഫാള് വന്നിട്ട് ഒരു പുൾ ബാക്ക് തന്നല്ലേ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഡൗൺ സൈഡിലേക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടോ. 2 ടൈപ്പ് ആളുകളും 52,000 താഴെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും 52,000 താഴേക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി കൂടുതലുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ പ്ലാന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു 82,000 താഴേക്ക് വരുമ്പോൾ എൻട്രി എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ചില സമയത്ത് ഞാൻ പറയുന്നുണ്ട് 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഇത്തരം പ്രൈസ് ലെവൽസിൻ്റെ തൊട്ടടുത്താണെങ്കിൽ അതും കൂടി എപ്പോഴും ഒന്നും കൂടി ക്യാപ്ചർ ചെയ്യാൻ എൻട്രി എടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ ക്രൂഡിൻ്റെ എൻട്രി സെറ്റപ്പ് ഞാൻ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് സ്റ്റുഡൻസിന് ഞാൻ അത് കിട്ടാത്തതുണ്ടെങ്കിൽ പറയാം. മിക്കവാറും താഴേക്ക് വരുന്നുണ്ട്. 52,000 താഴേക്ക് അതാ വരണ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് പോവുകയാണോ എന്നൊരു സംശയം മിക്കവാറും അല്ലേ. നോക്കാം. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മാക്സിമം ലോസ് വന്നാൽ 2,100 റേഞ്ചിൽ നമുക്ക് ലോസ് വരുള്ളൂ ഈ ട്രേഡിൽ. ഇൻ കേസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് 10,000 എബോവ് ഉണ്ട്. കാരണം 1:6 ഒക്കെ സുഖമായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് ടാർഗറ്റ് എത്തുകയാണെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുക. അപ്പോൾ സമയം 2 മണിയായില്ലേ. നോക്കാം. ഞാൻ ഇതൊരു അപ്ഡേറ്റ് ചെയ്യാം. മിക്കവാറും SL അല്ല തിരിച്ചൊന്നും കൂടി ഇന്ന് കയറുന്ന മാതിരി കാണിക്കുന്നുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞ പോലെ 52,000 ലിക്വിഡിറ്റി താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് പ്ലാനെങ്കിൽ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ.
ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞില്ലേ, നമ്മൾ 3:03 ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ലെവലിൽ എത്തിയിട്ടില്ല മാർക്കറ്റ്. അതായത് 7,000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. ഓവറോൾ നമുക്ക് 20,000 ഒക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടാർഗറ്റ് എത്താതെ നമുക്ക് ബുക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷേ സമയം കഴിയാനായി. നമ്മുടെ 3 മണി കഴിഞ്ഞു. നമുക്ക് 3:05 ഒക്കെ ആകുമ്പോഴേക്ക് എക്സിറ്റ് ചെയ്യായിരിക്കും നന്നാവുക. കാരണം അല്ലെങ്കിൽ 3:05 നമ്മൾ പൊതുവെ എക്സിറ്റ് ചെയ്യുക. 3:05, 3 മണി, 3:10 ഇതിൻ്റെ ഇടയിൽ 3:05 എക്സിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഹൈയും കൂടിയൊക്കെ സ്പൈക്ക് ചെയ്തത് ശരിക്കും 52,200 അവിടെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഇൻറ്റേർണലൊക്കെ ഉണ്ട് അവിടെ. അത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും എത്തുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അതൊരു 3 മണിയൊക്കെ ആയപ്പോൾ. പക്ഷേ അവിടെ എത്താതെ തിരിച്ച് വീണ്ടും റിവേഴ്സൽ, നല്ല റിവേഴ്സൽ. 7,000 വരെ പ്രോഫിറ്റ് കാണിച്ച സാധനം എന്താ പറയുക, കോസ്റ്റ് പ്രൈസിൻ്റെ അടുത്തെത്തിയില്ലേ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ട്രെയിലിങ് നമ്മളെപ്പോഴും ചെയ്യുമ്പം ട്രെയിൽ തൊട്ടടുത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ വേഗം അടിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഓപ്ഷൻസിൻ്റെ പ്രശ്നം. മാർക്കറ്റ് സ്ട്രൈറ്റ് അപ്സൈഡ് മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് അടിപൊളി പ്രോഫിറ്റും കിട്ടുമായിരുന്നു. മുകളിലേക്ക് തന്നെ കയറുന്നുണ്ടല്ലേ. 52,200 എത്താണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യട്ടോ. 3:04 ആയിട്ടുണ്ട്. 52,200 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. 187 ആയിട്ടുണ്ട്, തൊട്ടടുത്തെത്തിയിട്ട്. നമുക്ക് റെഡിയാക്കി വെക്കാം. 4,500 പ്രോഫിറ്റ് തന്നെ എത്തിയിട്ടുണ്ട് തിരിച്ച്. 7,000 പോയി. നേരത്തെ ഉണ്ടതിനെക്കാട്ടി ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ അത്ര റേഞ്ചിൽ എത്തിയില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പൊതുവേ പ്രീമിയം മൂവ് ചെയ്യാറുള്ളത്. ഫ്യൂച്ചർ ചാർട്ടിൽ ആ റേഞ്ചിൽ എത്തിയിട്ടില്ല. ഫ്യൂച്ചർ ചാർട്ടിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല, സ്പോട്ടിൽ മാത്രമേ ബ്രേക്ക് ചെയ്തുള്ളൂ. അതുകൊണ്ട് വീണ്ടും 5,000 ഒക്കെ എത്തുന്നുണ്ടല്ലേ. 52,200 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് കേട്ടോ. 5,000 52,200 ഒക്കെ എത്തിയാൽ വീണ്ടും ഒരു 6,000-7,000 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5,000 വീണ്ടും വന്നിട്ടുണ്ട്. നോക്കാം, വെയിറ്റ് ചെയ്യാം. അല്ല 3:05 ആയിട്ടുണ്ടല്ലേ. ഇനി അധികം വെയിറ്റ് ചെയ്യണ്ട, എക്സിറ്റ് ചെയ്യാം. ഏതായാലും എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്രേഡ്. ഇപ്പോൾ ഓവറോൾ നമ്മൾ 70,000 സംതിങ് പ്രോഫിറ്റിലാണ് ഇപ്പോൾ അല്ലേ. നമുക്ക് കുഴപ്പമില്ല. ശേഷം നല്ല ഡേ ആയിരുന്നു. ഇന്ന് ഒരുപാട് ടാർഗറ്റുള്ള ട്രേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഫുൾ എടുക്കാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല, നല്ല ദിവസമായിരുന്നു. നിഫ്റ്റി നല്ല ഫാളോ കേട്ടോ. നിഫ്റ്റിയും കൂടി ഒരു സപ്പോർട്ട് ചെയ്തതിന് ബാങ്ക് ഈസി ആയിട്ട് ടാർഗറ്റ് അടിച്ചേനെ. നിഫ്റ്റി നല്ല ഫോളോ ചെയ്തു. എനിവേ ഇനി നാളെ നോക്കാം. നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം. താങ്ക് യു, ബൈ.